ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രൂപയും അതുപോലെ തന്നെ കല്യാണിയും കൂടി സംസാരിക്കണത് ഷാരി ഒളിഞ്ഞിരുന്ന് കേൾക്കുവാട്ടോ. ആ സമയത്ത് കല്യാണി ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അമ്മയ്ക്കിനി വീട്ടിൽ വന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ, വരാം മോളെ. പിന്നെ ചന്ദ്രേട്ടൻ പറയണത് ഒരു കോമ്പൗണ്ടിൽ ഒരു വീടെടുത്തിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെയാണ് എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതെ കിരണേട്ടൻ അതിനുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് വീട് പണിയൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യണം മോളെ, നമുക്കായിട്ട് ഒരുമിച്ച് നിൽക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് വരുവാണ്. ആ സമയത്ത് രൂപ ചോദിക്കുന്നുണ്ട്, നിങ്ങളോ വരുമ്പോഴൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെ വന്നൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നിരിക്കും. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെടാത്ത ആൾ എന്താ രൂപ ഇങ്ങനെയൊക്കെ പറയണത്? എനിക്ക് അങ്ങനെ ഒന്നും ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ആർക്കും വൈരാഗ്യത്തിനും ദേഷ്യത്തിനും പക വീട്ടാനും ഒന്നും ഞാനോ എൻ്റെ മോളോ ഭർത്താവോ വരുന്നില്ല എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട, അമ്മേ ഇവരിങ്ങനെ പറയുമ്പോൾ വേണം സൂക്ഷിക്കാൻ. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഗൂഢാലോചന നടത്തിയിട്ടായിരിക്കും അവരിങ്ങനെ പറയുക എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ കല്യാണി പറയേണ്ട, എന്തായാലും ഞാൻ പോട്ടെ അമ്മേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും രൂപയെടുത്ത് ഷാരി പറയുന്നുണ്ട്, എൻ്റെ രൂപയെ ഇനി ഞങ്ങൾക്ക് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനെ സത്യസന്ധമായിട്ട് പറയാനാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാനും എൻ്റെ മോളും രാഹുലേട്ടനൊക്കെ മനുമോൻ്റെ കൂടെ അമേരിക്കയിൽ പോകും. പിന്നെ ആ ചുരുങ്ങിയ ദിവസത്തിൽ എന്തിനാ വെറുതെ വാശിയും വൈരമൊക്കെ വെച്ച് നടക്കണത്? അതുകൊണ്ട് ഇനി ഒന്നിനും ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുവാണ്. ആ സമയത്ത് രൂപ പുച്ഛത്തോടു കൂടി തന്നെ ഷാരിനെ നോക്കുക കേട്ടോ. അതിനുശേഷം ഷാരി നേരെ വീട്ടിലേക്ക് പോകുവാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ സരയു ചോദിക്കേണ്ടത്, എന്തായമ്മ അവിടെ പോയിട്ട് ആൻറ്റിനെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു മോളെ, ഞാനവിടെ പോയപ്പോഴേക്കുവേ അവളവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ അയൽത്തുകാരത്തി ആ കല്യാണി എന്ന് പറയാണ്. കല്യാണിയോ? അവിടെയോ? ചിലപ്പോൾ അഭിനയിക്കാൻ വേണ്ടി ആൻറ്റി ഇപ്പോൾ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുകയല്ലേ അമ്മേ, അതുകൊണ്ട് വന്നതായിരിക്കും എന്ന് പറയുമ്പോൾ, എൻ്റെ മോളെ അവരുടെ സംസാരം ഒളിഞ്ഞിരുന്ന് കേട്ടു. എനിക്ക് തോന്നണമൊന്നുമില്ല അവൾ അഭിനയിക്കുകയാണെന്ന്. എനിക്ക് സംശയം എല്ലാവരും കൂടിയിട്ട് നിൻ്റെ അച്ഛനെ കുരങ്ങ് കളിപ്പിക്കുകയാണോ എന്നാ. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയായിരുന്നു മോളെ അവരുടെയൊക്കെ സംസാരം. അവൾ പറയുക, ഒരു കോമ്പൗണ്ടിൽ വീടെടുത്തിട്ട് അവർ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചേക്കണേന്ന്. അവരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നണത് അവർ തമ്മിൽ ദേഷ്യവും കാര്യങ്ങളും ഒന്നുമില്ല മോളെ. അവൾ അഭിനയിക്കുമെന്നല്ല, അവൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കല്യാണം എടുത്ത് സംസാരിച്ചത്. ആണോ? അങ്ങനെ അമ്മക്കൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസം ആരുടെ അടുത്ത് പോയി നിൽക്കുക. ഞാനോ? അതേ അമ്മേ, അവിടെ പോന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ പറ്റുമെങ്കിൽ ആൻറ്റിയുടെ റൂമിൽ ഒരു റെക്കോർഡർ വെക്കണം, ആൻറ്റി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേ മോളെ, അത് തീർച്ചയായിട്ടും വേണം. നാണം കെട്ടായാലും ഞാൻ അവിടെ പോയി താമസിക്കാം. എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയേ പറ്റൂ എന്ന് ഷാരിയും പറയുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന മുത്തശ്ശീനെയാണ് ഓടിപ്പടച്ച് നമ്മുടെ കല്യാണിയുടെ വീട്ടിലേക്ക് ഓടി വരുക കേട്ടോ. ആ സമയത്ത് കിരൺ ഉമ്മറ തന്നെ ഉണ്ട്. കിരൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. മൂങ്ങ മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ സഹായിക്കണം, കല്യാണി എടുത്ത് സഹായിക്കണമെന്ന് പറയണം. പ്രകാശൻ ജീവന് വേണ്ടി പെടയുവാണ് എന്ന് പറയുവാണ്. അതിൽ പറയുമ്പോഴേക്കും നമ്മുടെ കിരൺ പറയുന്നുണ്ട്, അതിന് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയണത്? മോനെ മനുഷ്യപ്പറ്റി കാണിക്കണം. കല്യാണി എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ ഇവിടെ ഉണ്ടെന്ന് പറയാണ്. കല്യാണി എന്ന് പറയുമ്പോഴേക്കും കല്യാണി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നിന്നെ ജനിപ്പിച്ച അച്ഛനാണ്, എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അച്ഛനാണ് ആശുപത്രി കിടക്കണത്, നിനക്കറിയാലോ. എനിക്ക് അവനും വിക്രവും മാത്രമേ ഉണ്ടായുള്ളൂ. വിക്രം ഇപ്പോൾ ജയിലിലാണ്. അതുപോലെ തന്നെ എൻ്റെ മോനാണെന്നുണ്ടെങ്കിൽ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. നിൻ്റെ അച്ഛനല്ലേ മോളെ, നീ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ കിരൺ പറയുന്നുണ്ട്, സഹായിച്ചിട്ട് എന്തിനാണ്? സഹായം കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ തന്നെ മറക്കും. നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, നന്ദി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറയുവാണ്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ പ്രകാശം മാത്രമല്ല, തൊട്ടപ്പുറത്ത് ആൽബി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കിടക്കുന്നുണ്ട്. അയാളുടെ തല തല്ലി പൊട്ടിച്ചതിന് കൊച്ചുമകൻ ജയിലിൽ കിടക്കണത് അറിയാലോ അല്ലേ? അത് മാത്രമല്ല, മനോജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കോമ സ്റ്റേജിലാക്കിയതും അവൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ, അറിയാം മോളെ, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചില്ല. മോൾ അതൊന്നും മനസ്സിൽ വിചാരിക്കരുത്. മോളൊന്ന് സഹായിക്കണം മോളെ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കട്ടെ, കാല് പിടിക്കണ പോലെ. അത് കാണുമ്പോൾ കല്യാണ മനസ്സൊന്ന് ഇടറുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളൊന്ന് വരണം, ഒന്ന് സഹായിക്കണം മോളെ, വേറെ ആരും സഹായിക്കാനില്ല. മോളുടെ അച്ഛനാണ്, മോളെ ജനിപ്പിച്ച ആളാണ്, അത് മാത്രം മോൾ ഓർത്താൽ മതി, എനിക്ക് വേറെ ഒന്നും പറയാനില്ലെന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, നിങ്ങൾ പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുവാണ്. മോളെ പോവാൻ നോക്കെന്ന് പറയുകയാണ്. അത് കരഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ.
മുത്തശ്ശി പോയി കഴിയുമ്പോഴേക്കും കല്യാണിയുടെ മനസ്സൊന്ന് വേദനിക്കുകയാണ്. കിരൺ ചോദിക്കുന്നുണ്ട്, ആഹാ നീ എന്താ ആലോചിക്കണമെന്ന് ചോദിക്കുമ്പോൾ, അല്ല ശത്രുക്കളാണെങ്കിലും മുമ്പിൽ വന്ന് ഇങ്ങനെ കരയുമ്പോഴേക്കും നമ്മൾ മനുഷ്യന്മാരല്ലേ കിരണേട്ടാ, അപ്പോൾ നിന്റെ ഉദ്ദേശം എന്താ, അവരെ സഹായിക്കാനാണോ? അതേ കല്യാണി ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു, ഇനിയല്ല നിന്റെ ഇഷ്ടം എന്നിങ്ങനെ പറയുവാണ്. അത് പറയുമ്പോൾ നീ എന്താ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കിരൺ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവാട്ടോ. കല്യാണിക്കും ആകപ്പാടെ ഒരു വിഷമം പോലെ തോന്നുവാണ് സ്വന്തം അച്ഛനായതുകൊണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണി ഹോസ്പിറ്റലിലേക്ക് വരുവാട്ടോ. അവിടെ കാദംബരിയും അതുപോലെ തന്നെ നമ്മുടെ രതീഷ് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് കാദംബരി രതീഷ് ദേ കല്യാണി വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് കാദംബരി പറയുന്നുണ്ട്, മോളെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, ചേച്ചി അമ്മുമ്മ വീട്ടിൽ വന്നിരുന്നു, കാല് പിടിക്കുന്ന പോലെ സഹായിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു വന്നിരുന്നു. അപ്പോഴേക്കും രതീഷ് പറയേണ്ടത്, കല്യാണി നിങ്ങളുടെയൊക്കെ കുഴപ്പം ഇതാണ് കേട്ടോ, അവർ കാല് പിടിക്കും, കാരണം അവരുടെ കാര്യമാണ്, കാര്യം കഴിയുമ്പോഴേ അവർ പുറങ്കാല് കൊണ്ട് തന്നെ നിന്നെ അടിക്കും എന്ന് പറയാണ്. അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് എന്തൊക്കെ വൃത്തികേടാ അയാളും അയാളുടെ മകനും കൂടി കോടതി പറഞ്ഞത് എല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് പറയുവാണ്. ആ സമയത്ത് കാദംബരി പറയുന്നുണ്ട്, അതേ കല്യാണി നീ സഹായിക്കാൻ നിൽക്കണ്ട, നിന്നെക്കുറിച്ച് എന്തൊക്കെയാണ് അവർ പറഞ്ഞത് എന്ന് പറയുവാണ്. കാര്യം ശരിയാ, നമ്മുടെ അച്ഛനൊക്കെ തന്നെയാന്ന് പറയാണ്. പക്ഷെ എന്തെങ്കിലും നീ നിന്നെ ചെയ്തിരിക്കുന്ന ക്രൂരതയൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കെന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, എല്ലാം ശരിയാണ് ചേച്ചി, പക്ഷെ ശത്രുക്കളാണെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മളൊന്ന് സഹായിക്കേണ്ടതെന്ന് പറയുവാണ്. ഇതേ കല്യാണി ഇതൊക്കെ ചെയ്യണത് കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് പറയാണ് കാദംബരി. ആ സമയത്ത് അവർ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അവിടെ മുഖം അടിച്ച് പൊട്ടിക്കുക വേണ്ടത്, അവരെ സഹായിക്കേണ്ടത് ഞാൻ പറയുള്ളൂ കല്യാണി എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് കാദംബരിയുടെ സിസ്റ്റർ വന്ന് അന്വേഷിക്കുന്നുണ്ട്. കാദംബരി ഡോക്ടർ വിളിക്കുന്നു എന്ന് പറയാണ്. മോളെ ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കാദംബരിയും രതീഷും കൂടി അകത്തേക്ക് കയറുവാട്ടോ. ആ സമയത്ത് കല്യാണി നേരെ പോണത് പ്രകാശിന് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഡോക്ടർ, ആഹാ ഇതാരും മേഡമോ, ഞാൻ മേഡത്തിനെ കാണാനിരിക്കുമായിരുന്നു, മേഡം നമ്മുടെ ഇൻറ്റീരിയർ വർക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി സർ, നിങ്ങളുടെ ഇൻറ്റീരിയർ വർക്ക് ഞാനാണ് ചെയ്യണത് ശരിയാണ്, പക്ഷെ ഇപ്പോൾ വന്നത് ഞാൻ ആ കാര്യത്തിനല്ല. പിന്നെന്താ മേഡം, ഇവിടെ കിടക്കുന്ന പ്രകാശൻ അയാളെൻ്റെ അച്ഛനാണ്. ഓ മേഡത്തിൻ്റെ അച്ഛനാണോ, എന്നിട്ടാണ് അവൾ പൈസയില്ല, 10ൻ്റെ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അയാളുടെ അമ്മയും അയാളൊക്കെ ഇരുന്ന് കരയണത്. മേഡം ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാനിപ്പോൾ തന്നെ ചികിത്സ തുടങ്ങിയാലോ എന്ന് പറയുമ്പോൾ, അത് വേറൊരു പ്രശ്നമുണ്ട് ഡോക്ടർ, അയാളുടെ മകൻ കോടതിയിലാണ്, ജയിലിലാണ്. അയാളുടെ മകൻ 2 പേരുടെ തലക്കടിച്ചു, ഒരാൾ കോമ സ്റ്റേജിലാണ്, കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് അറിയാലോ. എനിക്കറിയാം എന്നിങ്ങനെ പറയുവാണ്. പക്ഷേ കല്യാണി മേഡത്തിൻ്റെ അച്ഛനാണ് അയാളെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുവാണ്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, ഞാനാണ് കേസ് വാദിച്ചത്, ഞാൻ വാദിച്ചത് കൊണ്ട് കൂടിയായിട്ടാണ് അവൻ ജയിലിലേക്ക് പോയത്, കാരണം അവൻ്റെ കൊളിരതായ്മയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന വേറെ ആരും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഷോക്കിലാണ് അച്ഛൻ അറ്റാക്ക് വന്നത്. ഇപ്പം എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് പറയുമ്പോൾ, കുറച്ച് സീരിയസ് ആണ് കല്യാണി, ഇതിനെ മുമ്പ് 2-3 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻ്റ് ആയതുകൊണ്ടിട്ടായിരിക്കാം കുറച്ച് ജീവൻ നിലനിർത്താത്ത കുറച്ച് പ്രയാസമാണ്, പക്ഷേ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ 100% സക്സസ് ആവും എന്ന് പറയുമ്പോൾ, എങ്കിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം സർ എന്ന് പറയുമ്പോൾ, മാഡം പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറയാണ്. ശരി ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറയുകയാണ് അച്ഛന്. ഓക്കെ മാഡം ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് ഡോക്ടർ. അങ്ങനെ കല്യാണി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ഐസിയുടെ മുമ്പിൽ നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. രതീഷും കാദംബരിയും മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ വന്നോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രതീഷ് കണ്ടതേ കല്യാണി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അവൾ വന്നോ സഹായിക്കാനായിട്ടെന്ന് പറയുമ്പോഴേക്കും, വന്നിട്ടുണ്ട്, നിങ്ങളുടെ സ്വഭാവം നല്ല കല്യാണിക്ക്, അതുകൊണ്ട് വരാം, മനുഷ്യരാണെങ്കിലും ചാവാൻ കിടക്കുകയാണെങ്കിലും അവളുടെ മനസ്സ് നലിഞ്ഞിരിക്കും, അതുകൊണ്ട് അവൾ വന്നിട്ടുണ്ട് എന്ന് പറയുവാണ്. ആ സമയത്ത് കല്യാണി നമ്മുടെ സോണിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ. വരുമ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശി പറയണത് നമ്മുടെ കാദംബരി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലും അവൾ നമ്മുടെ കുഞ്ഞിനെ ജയിലിൽ കയറ്റി കളഞ്ഞല്ലോ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴും കുറ്റപ്പെടുത്തലാണ്. അത് കേട്ടുകൊണ്ട് കല്യാണി അങ്ങോട്ട് വരുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.